ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജീവൂസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേരമീൻ അച്ചാറുമായിട്ടാണേ. 1.5 കിലോ കേരമീൻ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണേ. മീൻ കഷ്ണത്തിൻ്റെ വലുപ്പമെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന മീനിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വലുപ്പമുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മീറ്റ് മസാലയും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാക്കി മീൻ അതിലോട്ടിട്ട് പുരട്ടിയെടുക്കുകയോ അല്ല ഈ പൊടിയിലോട്ട് മീൻ ഇട്ടിട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് തേച്ച് പിടിപ്പിക്കുകയോ ചെയ്യാം. മാരിനേറ്റ് ചെയ്ത മീനിനെ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലോ പുറത്തോ വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം തുറന്നു നോക്കിയപ്പോൾ സൈഡിൽ വെള്ളമൊക്കെ കണ്ടോ, അതെല്ലാം ഒന്ന് പച്ചമീനല്ലേ വെള്ളം ഇറങ്ങുമല്ലോ, മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഒന്ന് വറുക്കാൻ വെക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്, സാധാ കൊക്കനട്ട് ഓയിൽ. നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പീസുകളെല്ലാം മീഡിയം വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായത് കാരണം നിങ്ങൾക്ക് ചെറുതായിട്ട് പീസുകൾ എടുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലതായിട്ട് ഉണങ്ങിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ ഒത്തിരി നാൾ ഇരിക്കാനായിട്ട് അത് സഹായിക്കും. നമുക്ക് ഓരോ ട്രിപ്പും ഇടിയിലുള്ള ആ മസാലപ്പൊടിയില്ലേ അതിങ്ങ് മാറ്റി മീനിൻ്റെ കൂടെ തന്നെ ഇട്ടോളൂ. അതൊക്കെ നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് തരും കേട്ടോ. ആ വറുത്ത കോരുമ്പോഴുള്ള പൊടി ആ എണ്ണയിൽ തന്നെ കിടന്ന് രണ്ടാമത്തെ ട്രിപ്പ് അതിലോട്ട് ഇടുമ്പോൾ അത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം സ്ലോ ആയിട്ട് അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അച്ചാറിലോട്ട് വേണ്ട മീനെല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്നതിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്നാണ് നോക്കുന്നത്. 150 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നേർപകുതി അരിഞ്ഞു വെച്ച് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. നമുക്കൊരു വലിയ ചീഞ്ചട്ടിയോ കടായോ എന്തെങ്കിലും അടുപ്പിലോട്ട് വെച്ച് ചൂടായി വരുമ്പോൾ നമ്മുടെ വറുത്ത എണ്ണ തന്നെ ഉപയോഗിച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി കേട്ടോ. നിങ്ങൾക്ക് വറുത്ത എണ്ണ കുറവാണെങ്കിൽ കൂടുതലായിട്ട് സാധാ എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ല കൂടുതലാണെങ്കിൽ നമുക്ക് പാകത്തിന് എടുത്താൽ മതി കേട്ടോ. അതിലോട്ട് ധാരാളം കടുകുകളിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പം 5-8 ചുവന്ന മുളക്, ഉണക്കമുളക് ഉണ്ടല്ലോ, അതിനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ എണ്ണയിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മിക്സിട്ട് നമുക്ക് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകേണ്ടതില്ല. അതിനു മുമ്പ് പകുതി മൂപ്പാകുമ്പോഴേക്കും നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഗോൾഡൻ കളറിൽ മൂത്ത് വന്നപ്പോൾ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 3/4 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ 1 സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് നമ്മുടെ മീൻ അച്ചാറിലെയും അല്ലെങ്കിൽ എന്ത് അച്ചാറാണെങ്കിലും അതിൻ്റെ ഗ്രേവി കഴിക്കാനായിരിക്കും ഇഷ്ടം. കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർ ഒരു 50 to 75 ഗ്രാംസ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് കൂടുതലായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ഗ്രേവി കിട്ടും. അതിനനുസരിച്ച് ഒരല്പം കൂടെ വിനാഗിരി കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീനും ചേർത്ത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അച്ചാറിലോട്ട് ഞാനൊരു 300 ml വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിച്ചാലാണ് നമ്മൾക്ക് ഗ്രേവി ആകത്തുള്ളൂ. വെള്ളം ഒട്ടും ചേർക്കരുത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലോട്ട് നമ്മളിനി വെള്ളമോ ചൂടുവെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കരുത്. ചിലർ ചൂടാറിയ വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ദീർഘനാൾ ഇരിക്കുന്നതിനെ ബാധിക്കും. പൂപ്പൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പം നമ്മൾ ഇരിക്കും തോറും ഇത് ഇച്ചിരി കട്ടിയായിക്കൊണ്ടിരിക്കും കേട്ടോ. മീൻസ് ഈ മീൻ ഉണങ്ങിയതായത് കാരണം ചാറ് അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി അങ്ങ് കട്ടി. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വിനാഗിരി ഒഴിക്കാൻ വേണ്ടിയിട്ടോ. അത്യാവശ്യം ലൂസൊക്കെ ആകാൻ വേണ്ടിയിട്ട് വിനാഗിരി ഒഴിക്കുന്നത്. നോക്കി നല്ല പെർഫെക്റ്റ് കളറിലാണ് നമ്മുടെ അച്ചാർ കിട്ടിയിരിക്കുന്നത്. ആ പൊടിയെല്ലാം നന്നായിട്ട് മൂക്കുന്നതിൻ്റെ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻറ്റിൻ്റെ എല്ലാം ആണ് ഈ പെർഫെക്റ്റ് കളർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല ചേർക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ നമ്മളുടെ പൊടിയുടെ ഒപ്പം ചേർത്ത് ഇളക്കി നമുക്ക് ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റും കൂടെ വരുത്തണമെങ്കിൽ വരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ കൊച്ചു കൊച്ചു റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാതെ പോകരുത്. നിർദ്ദേശങ്ങളും പരാതികളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ